ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടേ ഞങ്ങൾ അപ്പൻ്റെ നാട്ടിൽ പോകണം കേട്ടോ. അപ്പൻ്റെ നാട്ടിലല്ല, അപ്പൻ്റെ പെങ്ങളെ വീട്ടിൽ പോവാണ്. ഞങ്ങളുടെ അപ്പൻ്റെ പെങ്ങൾ വീട് പത്തനംതിട്ടയാണ്. എൻ്റെ അച്ഛൻ്റെ വീട് സത്യം പറഞ്ഞാൽ കൊല്ലം പുനലൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അമ്മ വീട്ടിലാണ്, കൂത്താട്ടുളം, എറണാകുളം കൂത്താട്ടുളം. അപ്പോൾ ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഇവിടെ തന്നെയാണ് കേട്ടോ. ജനിച്ചടം ഇവിടെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അച്ഛനിവിടെ ആയിരുന്നു ജോലി. പിന്നെ അങ്ങോട്ട് അങ്ങനെ പോവാറൊന്നുമില്ല, ഇടയ്ക്കും പിറക്കൊക്കെയാണ് പോവാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അച്ഛന് ലീവ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അച്ഛൻ ലീവിന് വന്നു. അന്നേരം അച്ഛനെ പെങ്ങളെയും പെങ്ങന്മാരെയും അമ്മേനെയും ഒക്കെ കാണാൻ നമ്മൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മ വന്നില്ല, അമ്മ ബാങ്കിൽ പോയി, അമ്മയ്ക്ക് ലീവില്ലായിരുന്നു, അതുകൊണ്ട് അമ്മ പോയി. അപ്പോൾ ഞാനും അനിയനും അച്ഛനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്ത നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ചെറുകടയ്ക്ക് നമ്മൾ കോട്ടയത്ത് എത്തിയപ്പോൾ കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി കിട്ടി, അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. അത് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കൂടെയായിരുന്നു. കാരണം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ട് ഈ മോളെ ഇൻസ്റ്റാഗ്രാമിലുള്ളതല്ലേ, തൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, അടിപൊളി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര സന്തോഷമായെന്ന് പറയുമ്പോൾ. കാരണം നമ്മളെ അറിഞ്ഞ ആൾക്കാർ ഇങ്ങനെ അയ്യോ ആവണിയല്ലേ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് പറയാറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്, ആങ്ങൾക്ക് ഇഷ്ടമാണ്. അത് മേടിച്ചു, അത് കഴിച്ചും ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടുകാർക്ക് മേടിച്ചു. നമ്മൾ അപ്പച്ചിയുടെ സ്ഥലത്തെത്തി. അപ്പോൾ അപ്പച്ചി താമസിക്കുന്നത് ഇതിൻ്റെ മേളിലായിട്ടാണ്, ഇവിടെ ആശുപത്രിൻ്റെ മേളിലായിട്ടാണ്. അപ്പോൾ അപ്പച്ചൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടക്കാർക്ക് അറിയാമായിരിക്കും, എനിക്ക് കൃത്യം ഇങ്ങനെ എന്താ പറയണേ അറിയില്ല. ഇപ്പോൾ ഈ സർക്കാർ ജോലി പോലെ ഇങ്ങനെ റബ്ബർ തോട്ടം, റബ്ബറിങ് വെട്ടില്ലേ, അപ്പോൾ അതാണ് അപ്പച്ചിയുടെ ജോലി. ഇതാണ് അപ്പച്ചിയുടെ വീട്. അപ്പച്ചി മാത്രമല്ല, അവിടെ കുറേ വീട്ടുകാരുണ്ട്. അത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് അപ്പച്ചി, ഇതാണ് അച്ഛൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ ഉച്ചയപ്പോൾ എത്തിയല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണം കഴിച്ചു. ഈ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കഴിച്ചില്ല, കാരണം നോയമ്പായിരുന്നു. ഈ വീഡിയോ നമ്മുടെ ഉത്സവത്തിന് മുമ്പേ തന്നെ എടുത്തു വെച്ച വീഡിയോ ആയിട്ടോ ഇത്. അത് സത്യം പറഞ്ഞാൽ മടിയായിപ്പോയി, ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം, പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടിരിക്കായിരുന്നു. പിന്നെ ദൈവമേ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലല്ലോ, അയ്യോ എന്നോർത്തപ്പോൾ വേഗം തന്നെ എന്താ വോയിസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത്. അങ്ങനത്തെ താമസം വന്നത്. അപ്പോൾ അതിൻ്റെ ഉച്ചർക്ക് ഇറങ്ങി നമ്മൾ വൈകുന്നേരം എപ്പോൾ എണീറ്റു, 4 മണിക്ക് എണീറ്റു. അപ്പോൾ അപ്പച്ചി അപ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കി വെച്ചു. ചായക്ക് നമ്മൾ മേടിച്ച് തന്ന ഉള്ളിവട ഉഴുന്നുവട തന്നെയായിരുന്നു. വയറ് നാന്നിരിക്കുകയായിരുന്നു, എന്നാൽ നമ്മൾ കഴിച്ചു, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇതാണ് അപ്പച്ചിയുടെ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ വീടുണ്ട്, ഇവിടെ പണിയുന്ന